നമ്മുടെ മുന്നിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങിയും നമ്മൾ റുദർഫോർഡിന്റെ വീട്ടിൽ നിന്ന് വളരെ വിജയകരമായി ബോറിന്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നീൽസ് ബോറിന്റെ വീട്ടിലാണ്. നീൽസ് ബോർ ഇറങ്ങി വരുന്നു, നമ്മളെ സ്വീകരിച്ച് വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നു, നമ്മളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. നമ്മുടെ വരവിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നീൽസ് ബോറിന് മനസ്സിലാവുന്നു. ഓക്കെ, നമ്മൾ എന്തിനാണ് നീൽസ് ബോറിന്റെ അടുത്തേക്ക് പോയിട്ടുള്ളത്? നീൽസ് ബോർ പുതിയൊരു ആറ്റം മോഡലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ ആ ആറ്റം മോഡലിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ നീൽസ് ബോറിനെ കാണാനായിട്ട് നീൽസ് ബോറിന്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പൊ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നീൽസ് ബോർ പറഞ്ഞു, ഞാൻ ആദ്യമേ പറയാം മക്കളെ, ഞാൻ ഈ പറയാൻ പോകുന്ന ആറ്റം മോഡല് ഹൈഡ്രജനോ അല്ലെങ്കിൽ ഹൈഡ്രജനെ പോലെയുള്ള ആറ്റങ്ങൾക്കോ മാത്രമേ ബാധകമാവുകയുള്ളൂ. എന്താണ് ഈ ഹൈഡ്രജനെ പോലെയുള്ള ആറ്റം എന്ന് പറഞ്ഞാൽ? ഹൈഡ്രജനെ പോലെയുള്ള ആറ്റം എന്ന് പറഞ്ഞാല് ഹൈഡ്രജന്റെ പ്രത്യേകത എന്താ? ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഹൈഡ്രജനെ പോലെയുള്ള ആറ്റങ്ങൾ എന്ന് പറഞ്ഞാലോ, ഒരു ഇലക്ട്രോൺ ഉള്ള ഏതൊരു ആറ്റത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രജനെ പോലെയുള്ള ആറ്റം എന്ന് വിളിക്കാം. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോ നീൽസ് ബോർ ആദ്യമേ എടുത്തൊരു മുൻകൂർ ജാമ്യമാണെന്ത്? ഈ പറയുന്ന ആറ്റം മോഡല് നീൽസ് ബോർസ് അല്ലെങ്കിൽ ബോർസ് മോഡൽ ഓഫ് ആറ്റം എന്ന് പറയുന്നത് ആർക്ക് മാത്രമേ ബാധകമാകുന്നുള്ളൂ, ആർക്ക് മാത്രമേ അപ്ലിക്കബിൾ ആകുന്നുള്ളൂ? അപ്ലിക്കബിൾ ഓൺലി ഫോർ ഹൈഡ്രജൻ ഓർ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസ്. ഓക്കെ, ഇനി ഓരോന്നായിട്ട് ഓരോരോ കാര്യങ്ങളായിട്ട് നീൽസ് ബോർ ഇങ്ങനെ പറയുകയാണ്. ഏറ്റവും ആദ്യം നമ്മളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ? ദ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ഓഫ് ബോർസ് മോഡൽ ഓഫ് ആറ്റം. ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം, ദി ഇലക്ട്രോൺസ് ഇൻ എ ഹൈഡ്രജൻ ആറ്റം revolve around the nucleus in definite circular paths called as orbits, and these orbits can be designated as K, L, M, N, etc. കാര്യം മനസ്സിലായോ? എന്താ പറയുന്നേ? ഒരു ഹൈഡ്രജൻ ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഡെഫിനിറ്റ് സർക്കുലർ പാത്തുകളിലൂടെയാണ്. കണ്ടോ? ഡെഫിനിറ്റ് സർക്കുലർ പാത്തുകളിലൂടെയാണ്. പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഈ സർക്കുലർ പാത്തുകളെ നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ ഡെസിഗ്നേറ്റ് ചെയ്യാം? കെ, എൽ, എം, എൻ എന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഡെസിഗ്നേറ്റ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ സർക്കുലർ പാത്തിനെ കെ എന്നും, രണ്ടാമത്തേന് നമ്മൾ എൽ എന്നും, മൂന്നാമത്തേന് നമ്മൾ എം എന്നും, നാലാമത്തേന് നമ്മൾ എൻ എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് പറ്റും. ഇനി ഈ എന്നിനപ്പുറത്തൊരു സർക്കുലർ പാത്ത് ഉണ്ടായിരുന്നെങ്കിലോ നമ്മൾ അതിനെ അടുത്ത ലെറ്റർ ഏതാ? ഓ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും. അതിനപ്പുറത്ത് ഉണ്ടായിരുന്നെങ്കിലോ അടുത്ത ലെറ്റർ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും, പി ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പോ കെ എൽ എം എൻ മാത്രമല്ല, കെ എൽ എം എൻ ഒ പി അത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഓക്കെ, സോ ഈ സർക്കുലർ പാത്തുകളെ നമ്മൾ വിളിച്ച പേരാണെന്ത്? ഓർബിറ്റ്സ്. എന്താ വിളിച്ചത്? ഓർബിറ്റ്സ്. ഓക്കെ, സെക്കൻഡ് പോസ്റ്റുലേറ്റ്. അത് കഴിഞ്ഞിട്ട് നീൽസ് ബോർ നമ്മളോട് പറഞ്ഞ കാര്യം, ഈച്ച് ഓർബിറ്റ് ഈസ് associated with a definite amount of energy. എന്താ പറഞ്ഞത്? ഓരോ ഓർബിറ്റിനും ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും. അപ്പൊ കെ ഓർബിറ്റ് അഥവാ കെ ഷെൽ എന്ന് പറയുന്നതിന് ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും, എല്ലിന് ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും, എമ്മിനും എന്നിനും എല്ലാം അവരുടേതായ ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും. അങ്ങനെ ഓരോ ഓർബിറ്റിനും ഓരോ ഷെല്ലിനും ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ you can call these orbits as എനർജി ലെവൽസ്. ഈ ഓർബിറ്റുകൾ നമുക്ക് എങ്ങനെ കൂടി വിളിക്കാം? എനർജി ലെവൽസ് എന്ന് കൂടി വിളിക്കാം. അതാണ് രണ്ടാമത്തെ പോസ്റ്റിലേക്ക് പറഞ്ഞ കാര്യം. ഓർബിറ്റ്സ് ആർ ആൾസോ കോൾഡ് ആസ് എനർജി ലെവൽസ്. എന്തുകൊണ്ടാണ് അവർ എനർജി ലെവലുകൾ എന്ന് വിളിക്കേണ്ടി വരുന്നത്? ബിക്കോസ് ഈച്ച് ഓർബിറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി. പറഞ്ഞ ക്ലിയർ ആണ്? ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ പോസ്റ്റിലേക്ക്. ഇത് കഴിഞ്ഞിട്ട് നീൽസ് ബോർ നമ്മളോട് പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ? As long as an electron remains in a particular orbit, its energy remains same. എന്താ പറഞ്ഞത്? As long as an electron remains in a particular orbit, its energy remains same. എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഒരു പർട്ടിക്കുലർ ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അത്രയും സമയം, എത്ര നേരം വേണമെങ്കിലും ഒരു ഇലക്ട്രോണിന് ഒരു പർട്ടിക്കുലർ ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കാം. അത്രയും സമയം ആ ഇലക്ട്രോണിന്റെ എനർജിയിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവരുത്. എന്ന് പറഞ്ഞാൽ അത് ഒറ്റ അർത്ഥമുള്ളൂ മക്കളെ. ഒരു പർട്ടിക്കുലർ ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ ഒരിക്കലും എന്ത് ചെയ്യരുത്? എനർജിയെ വലിച്ചെടുക്കാനോ എനർജിയെ എമിറ്റ് ചെയ്യാനോ സാധിക്കില്ല. That means there is no loss or there is no gain of energy while electron revolve around the nucleus in a definite circular path. അപ്പോ ഏതെങ്കിലും ഒരു ഓർബിറ്റിലൂടെ ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ
ഇലക്ട്രോണിന്റെ എനർജിയിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാവരുത്. ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യാനും പാടില്ല, ഇലക്ട്രോൺ എനർജി എമിറ്റ് ചെയ്യാനും പാടില്ല. പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതായിരുന്നില്ലേ റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന്റെ ഡ്രോബാക്ക്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? റുദർഫോർഡിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്തായിരുന്നു? ഇലക്ട്രോൺ ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഈ ഇലക്ട്രോണിന് എനർജി കണ്ടിന്യൂസ് ആയി നഷ്ടപ്പെടണം, അല്ലെ? നഷ്ടപ്പെടുകയും അത് ഫൈനലി ന്യൂക്ലിയസിലേക്ക് വീഴുകയും ചെയ്യണം. അങ്ങനെ ആറ്റം കൊളാപ്സർ ആവണം. പക്ഷെ ആറ്റം കൊളാപ്സർ ആവുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആറ്റത്തിനുള്ളിൽ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് ഉത്തരം നൽകാൻ റുദർഫോർഡിന് കഴിഞ്ഞില്ല. അത് ആര് ചോദിച്ച ചോദ്യമായിരുന്നു? നമ്മുടെ മാക്സ്വെല് അദ്ദേഹത്തിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ ചോദിച്ച ചോദ്യമായിരുന്നു. അത് ആൻസർ ചെയ്യാൻ റുദർഫോർഡിന് കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു റുദർഫോർഡിന്റെ ഏറ്റവും വലിയ പോരായ്മകളിൽ ഒന്ന്. പക്ഷെ ഇവിടെ നീൽസ് ബോർ അത് വളരെ തന്ത്രപരമായിട്ട് ആൻസർ ചെയ്തു. എങ്ങനെ ആൻസർ ചെയ്തത്? ഒരു ഇലക്ട്രോൺ ഒരു ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അത്രയും കാലം അതിന് എനർജി ചേഞ്ചുകൾ ഉണ്ടാവില്ല. അത് എനർജി അബ്സോർബ് ചെയ്യില്ല, അത് എനർജി എമിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഓർബിറ്റ്സ് ആർ ആൾസോ കോൾഡ് ആസ് സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. ഓർബിറ്റുകളെ അഥവാ ഷെല്ലുകളെ നിങ്ങൾക്ക് മറ്റൊരു പേരിൽ കൂടി വിളിക്കാം. എന്താണ്? സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. ഓക്കെ, സോ ഓർബിറ്റുകൾ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ഷെല്ലുകൾ എന്ന് വിളിക്കാം കേട്ടോ. ഓക്കെ, എനർജി ലെവലുകൾ എന്ന് വിളിക്കാം. അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു. സ്റ്റേഷനറി സ്റ്റേറ്റുകൾ എന്ന് വിളിക്കാം. അതിന്റെ റീസൺ എന്താണെന്നും ഞാൻ പറഞ്ഞു. അപ്പോ ഒരു ഓർബിറ്റിൽ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അത്രയും കാലം ഇലക്ട്രോണിന് എനർജി വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇലക്ട്രോണിന് എനർജി റിലീസ് ചെയ്യേണ്ട, എമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എപ്പോഴാണ്, സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവുമല്ലോ ബോർഡിനോട് ചോദിക്കാൻ, പിന്നെ എപ്പോഴാണ് ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യുക? പിന്നെ എപ്പോഴാണ് ഇലക്ട്രോൺ എനർജി എമിറ്റ് ചെയ്യുക? നീൽസ് ബോർ ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്താ? ഒരു ഓർബിറ്റ് കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലം അത്രയും ഇലക്ട്രോണിന് എനർജി അബ്സോർബ് ചെയ്യേണ്ട ആവശ്യമില്ല, എമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ എപ്പോഴായിരിക്കും അബ്സോർബ് ചെയ്യുക, എപ്പോഴായിരിക്കും എമിറ്റ് ചെയ്യുക? ഒരു ഓർബിറ്റിൽ നിന്ന് മറ്റൊരു ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ, ഒരു ഷെല്ലിൽ നിന്ന് മറ്റൊരു ഷെല്ലിലേക്ക്, അല്ലെങ്കിൽ ഒരു എനർജി ലെവലിൽ നിന്ന് മറ്റൊരു എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇലക്ട്രോൺ എന്ത് ചെയ്യേണ്ടി വരിക? എനർജി അബ്സോർബ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ എനർജി എമിറ്റ് ചെയ്യേണ്ടി വരിക. ഓക്കെ, സോ എനർജി, നാലാമത്തെ പോസ്റ്റുലേറ്റ്, എനർജി ഈസ് അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് when electron moves from one orbit to another. പറഞ്ഞ ക്ലിയർ ആണല്ലോ? അതിൽ തന്നെ നോക്കിയേ നിങ്ങള്, ന്യൂക്ലിയസിൽ നിന്നും അകലേക്ക് പോകുന്നതിനനുസരിച്ച് ഓർബിറ്റുകളുടെ എനർജി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യാം. എന്താണ് ചെയ്യാം? ന്യൂക്ലിയസിൽ നിന്ന് അകലേക്ക് പോകുന്നതിനനുസരിച്ച് ഓർബിറ്റുകളുടെ ഷെല്ലുകളുടെ എനർജി ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഏറ്റവും കുറവ് എനർജി ആർക്കായിരിക്കും? കെ ഷെല്ലിനായിരിക്കും. അതിനേക്കാൾ കൂടുതൽ ആർക്കായിരിക്കും? എല്ലിനായിരിക്കും. എല്ലിനേക്കാൾ കൂടുതൽ എനർജി ആർക്കുണ്ടാവും? എമ്മിനുണ്ടാവും. എമ്മിനേക്കാൾ കൂടുതൽ എനർജി ആർക്കുണ്ടാവും? എന്നിനുണ്ടാവും. അല്ലെ? ഇതല്ലേ ഷെല്ലുകളുടെ അല്ലെങ്കിൽ ഓർബിറ്റുകളുടെ എനർജി ഓർഡർ എന്ന് പറയാം. അപ്പൊ സപ്പോസ് നമ്മുടെ എൽ ഷെല്ലിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ, എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ എൽ ഷെല്ലിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിന്, ഇതാണ് ഇലക്ട്രോൺ, ഈ ഇലക്ട്രോണിന് എം ഷെല്ലിലേക്ക് ജമ്പ് ചെയ്യണം എന്ന് തോന്നുന്നു. കുറെ കാലമായി എല്ലിലൂടെ കറങ്ങുന്നു. ഇനി ഈ പൊസിഷൻ ഒന്ന് മാറ്റി പിടിക്കാം. കുറെ കാലമായില്ലേ, ബോറടിക്കുന്നുണ്ടാവും. ഈ പൊസിഷൻ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ച് ഈ ഇലക്ട്രോൺ എം ഷെല്ലിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ എൽ ഷെല്ലിൽ ഇരിക്കുന്ന അത്രയും എനർജി മതിയോ? എം ഷെല്ലിൽ ഇരിക്കാൻ പോരാ. കാരണം എമ്മിന് എല്ലിലേക്കാൾ എനർജി കൂടുതലാണ്. അപ്പൊ എൽ ഷെല്ലിൽ നിന്ന് എം ഷെല്ലിലേക്ക് നമ്മൾ ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണിന് എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ എനർജി ആവശ്യം വരും. ആ സമയത്ത് ഇലക്ട്രോൺ എന്ത് ചെയ്യും? എനർജി അബ്സോർബ് ചെയ്യും. പറഞ്ഞാൽ ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾക്ക് പറയാം എപ്പോഴാണ് എനർജി അബ്സോർബ് ചെയ്യുക ഒരു ഇലക്ട്രോൺ? ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴാണ്, മൂവ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യാം. അതേ ഇലക്ട്രോണിന്, എൽ ഷെല്ലിൽ ഇരിക്കുന്ന അതേ ഇലക്ട്രോണിന് കുറച്ചു കാലം കഴിഞ്ഞപ്പോ തോന്നി കെ ഷെല്ലിലേക്ക് ഒന്ന് പോയി നോക്കാം. സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യമാണ് അല്ലെ? അങ്ങനെ ഒരു ഇലക്ട്രോൺ എൽ ഷെല്ലിൽ നിന്ന് കെ ഷെല്ലിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ എൽ ഷെല്ലിനേക്കാൾ എനർജി കുറവാണ് കെ ഷെല്ലില്. അപ്പൊ ഇലക്ട്രോൺ ഇത്രയും കാലം കറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് അതിന്റെ ഉള്ളിലുള്ള എനർജി മുഴുവൻ കെ ഷെല്ലിലേക്ക് പോകുമ്പോ ആവശ്യമില്ല, ഇല്ലല്ലോ. കാരണം കെ ഷെല്ലിന് എൽ ഷെല്ലിനേക്കാൾ എനർജി കുറവാണ്. അപ്പൊ അതെന്താ ചെയ്യാം? എല്ലിൽ നിന്നും കെയിലേക്ക് വരുന്ന സമയത്ത് അതൊരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും. എത്ര എനർജിയാണോ എല്ലും കെയും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് അത്രയും എനർജി അത് റിലീസ് ചെയ്യും. അപ്പൊ നിങ്ങൾ നോക്കിയേ, എപ്പോഴാണ് ഇലക്ട്രോൺ എനർജി എമിറ്റ് ചെയ്യുക, എനർജി റിലീസ് ചെയ്യുക? ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നത്? എനർജി എമിറ്റ് ചെയ്യുന്നത്. കാര്യം മനസ്സിലായോ? അപ്പൊ വളരെ കൃത്യമായി തന്നെ നീൽസ് ബോർ പറഞ്ഞു വെച്ചു. നാലാമത്തെ പോസ്റ്റുലേറ്റിൽ ഇലക്ട്രോണുകൾ എപ്പോഴാണ് എനർജി അബ്സോർബ് ചെയ്യുക, ഇലക്ട്രോണുകൾ എപ്പോഴാണ് എനർജി
എമിറ്റ് ചെയ്യുക. ഇനി ഇവിടെ അബ്സോർബ് ചെയ്യുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുന്ന എനർജിയെ നമ്മൾ ഡെൽറ്റ ഇ എന്നെടുക്കുകയാണെങ്കിൽ എത്രയായിരിക്കും അത്? നിങ്ങൾ നോക്കിക്കോളാം. ഇപ്പൊ എൽ ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് 10 ജൂൾസ് ആണ്. ഓക്കെ, കെ ഷെല്ലിൽ എനർജി എന്ന് പറയുന്നത് 5 ജൂൾസ് ആണ്. എം ഷെല്ലിൽ എനർജി എന്ന് പറയുന്നത് 13 ജൂൾസ് ആണ്. അപ്പൊ എല്ലിൽ നിന്ന് എമ്മിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്യണം അല്ലെ? കാരണം 10 അല്ലേ ഉള്ളൂ എല്ലില്, 13 വേണ്ടേ എമ്മിലേക്ക്? അപ്പൊ എത്ര ജൂൾ എനർജി അത് അബ്സോർബ് ചെയ്യേണ്ടി വരും? 3 ജൂള്. തിരിച്ച് എല്ലിൽ നിന്ന് കെയിലേക്കാണ് വരുന്നതെങ്കിൽ അത് എന്ത് ചെയ്യണം? അതിന്റെ എനർജി കുറയ്ക്കണം. കാരണം എല്ലിൽ അതിന് 10 ജൂൾ എനർജി ഉണ്ട്, കെയിൽ അതിന് 5 ജൂൾ എനർജി മതി. അപ്പൊ എല്ലിൽ നിന്ന് കെയിലേക്ക് വരുമ്പോ എനർജി എത്ര കുറയ്ക്കണം? 5 ജൂൾ കുറയ്ക്കണം. അപ്പൊ എത്ര എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യണം? അത് 5 ജൂൾ എനർജി റിലീസ് ചെയ്യണം. അപ്പൊ എത്ര ജൂൾ എനർജി അബ്സോർബ് ചെയ്യണം അല്ലെങ്കിൽ എത്ര എനർജി റിലീസ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കും നമ്മൾ എങ്ങനെയാ? ഈ രണ്ട് എനർജി ലെവലുകൾക്കിടയിലുള്ള, അത് ഏതൊക്കെ എനർജി ലെവലുകൾക്കിടയിലാണോ, ഏതൊക്കെ ഷെല്ലുകൾക്കിടയിലാണോ അതിന്റെ ട്രാൻസിഷൻ നടക്കുന്നത്, ആ ഷെല്ലുകൾക്കിടയിലുള്ള എനർജി ഡിഫറൻസ് കണ്ടാൽ മതി. ശരിയാണല്ലോ? സപ്പോസ് എനർജി ഓഫ് ദി സെക്കൻഡ് ഷെൽ ഇസ് E2 and energy of the initial shell is E1, then the energy absorbed, energy release, നമുക്ക് ഇതിനെ ഡെൽറ്റ ഇ എന്ന് എടുക്കാം. can be written as E2 minus E1. E2 എന്ന് പറയുന്നത് അത് ഏത് ഷെല്ലിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യുന്നത്, E1 എന്ന് പറയുന്നത് ഏത് ഷെല്ലിൽ നിന്നാണോ ഷിഫ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? പക്ഷേ ഏതൊരു കേസിലും എനർജി എന്ന് പറയുന്നത് എന്തായിട്ട് മാത്രമേ അബ്സോർപ്ഷനും എമിഷനും നടക്കുള്ളൂ? പാക്കറ്റ്സ് ഓഫ് എനർജിയുമായിട്ട് മാത്രമായിട്ട് നടക്കുള്ളൂ എന്ന് ആരാണ് പറഞ്ഞത്? പ്ലാങ്ക്സ് അല്ലെ? മാക്സ് പ്ലാങ്ക്. അദ്ദേഹത്തിന്റെ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ പറയുന്നത് എനർജി അബ്സോർപ്ഷൻ ഓർ എനർജി എമിഷൻ ടേക്സ് പ്ലേസ് ഓൺലി ആസ് പാക്കറ്റ്സ് ഓഫ് എനർജി കോൾഡ് ആസ് ക്വാണ്ടം. ശരിയല്ലേ? സോ ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? എച്ച് ന്യൂക്ക് ഈക്വൽ ആയിരിക്കും. അവിടെ നിന്നും ഹൗ ഡു യു റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ന്യൂ ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ എമിറ്റഡ് ഓർ അബ്സോർബ്? ന്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച് എന്നെടുക്കാൻ എനിക്ക്. അപ്പൊ ഈ രണ്ട് എക്സ്പ്രഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. So this is the fourth postulate of Bohr's model of atom. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നീൽസ് ബോർ നമ്മളോട് പറഞ്ഞു. The fifth and last postulate of Bohr's model of atom എന്താണെന്ന് അറിയോ? നമ്മളോട് നീൽസ് ബോർ പറഞ്ഞ എന്താ? മക്കളെ, ആറ്റത്തിനുള്ളിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സർക്കുലർ പാത്തുകൾ ഉണ്ട്. ഈ സർക്കുലർ പാത്തുകളെ നിങ്ങൾക്ക് ഓർബിറ്റ് എന്ന് വിളിക്കാം, എനർജി ലെവൽ എന്ന് വിളിക്കാം, സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് വിളിക്കാം, ഷെൽ എന്ന് വിളിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ വിളിക്കാം. ഏത് പേരിൽ വിളിച്ചാലും ഈ സർക്കുലർ പാത്തുകൾ വിളി കേൾക്കും. ആയിക്കോട്ടെ. പക്ഷേ അപ്പൊ നമുക്കൊരു സംശയം, അല്ല ബോറെ, ഒരാറ്റത്തിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള സർക്കുലർ പാത്തുകളെ നമുക്ക് വെക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ എത്ര റേഡിയസ് ഉള്ള സർക്കുലർ പാത്ത് ആണെങ്കിലും ഒരാറ്റത്തിനുള്ളിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? അപ്പോഴാണ് നീൽസ് ബോർ പറഞ്ഞത് ആ പരിപാടി നടക്കൂല. ആറ്റത്തിനുള്ളിൽ ചില പ്രത്യേക തരം ഓർബിറ്റുകൾ അഥവാ സർക്കുലർ പാത്തുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ സർക്കുലർ പാത്തുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്. ആ ക്വാളിഫിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ യോഗ്യതയുള്ള സർക്കുലർ പാത്തുകളെ മാത്രമേ ആറ്റത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ചോദിച്ചു, എന്താണ് ആ യോഗ്യത? എന്താണ് യോഗ്യത എന്നറിയോ? നീൽസ് ബോർ പറഞ്ഞത് എങ്ങനെയാണ്? ഓൺലി ദോസ് ഓർബിറ്റ്സ് ആർ പെർമിറ്റഡ് ഇൻ an atom in which the angular momentum of electron is a whole number multiple of h by 2 pi. എന്താണ് നീൽസ് ബോർ പറഞ്ഞതെന്നറിയോ? Only those orbits are permitted in an atom in which the angular momentum of electron is an integral multiple of h by 2 pi. എന്താ സംഭവം? ഒന്നുമില്ല. ഒരു ഓർബിറ്റ് ഏത് തരം അല്ലെങ്കിൽ എങ്ങനെയുള്ള ഓർബിറ്റുകൾക്ക് മാത്രമേ, എങ്ങനെയുള്ള സർക്കുലർ പാത്തുകൾക്ക് മാത്രമേ ആറ്റത്തിനുള്ളിൽ കിടക്കാൻ സാധ്യതയുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞതാണ്, നിങ്ങൾ വെക്കുന്ന സർക്കുലർ പാത്ത് ആറ്റത്തിനുള്ളിൽ പോസിബിൾ ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വെക്കുന്ന സർക്കുലർ പാത്തിലെ ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം എന്താണ്? ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ മൊമെന്റം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലെ? മൊമെന്റം എന്താ? മൊമെന്റം P is equal to മാസിന്റെ വെലോസിറ്റി എന്ന് പഠിച്ചിട്ടില്ല നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ മാസിന്റെ വെലോസിറ്റി എന്ന് പഠിച്ചിട്ടുള്ളത് ഏത് മൊമെന്റാ? ഒരു ലിനിയർ മോഷനിൽ ഒരു ഭാഗമായിട്ടുള്ള ഒബ്ജക്റ്റിന്റെ മൊമെന്റം ആണ് അല്ലെ? ആൻഡ് ഇറ്റ്സ് കോൾഡ് ആസ് ലിനിയർ മൊമെന്റം. ഇത് ലിനിയർ മൊമെന്റാ. പക്ഷെ ഇലക്ട്രോണുകളുടെ മൂവ്മെന്റ് എങ്ങനെയാ? സർക്കുലർ മോഷനാ. അപ്പൊ സർക്കുലർ മോഷനിൽ ഇരിക്കുന്ന ഇലക്ട്രോണുകളുടെ മൊമെന്റത്തെ നമ്മൾ എന്താ വിളിക്കുക? ആംഗുലാർ മൊമെന്റ് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക?
ആംഗുലാർ മൊമെന്റം. ഓക്കെ, അവിടെ നമുക്ക് വേണ്ടത് ലീനിയർ മൊമെന്റം അല്ല, ആംഗുലാർ മൊമെന്റം ആണ്. ഇനി ആംഗുലാർ മൊമെന്റം നമ്മൾ എങ്ങനെയാണ് കാണാന്നറിയോ? മാസ് ഇൻറ്റു, ശ്രദ്ധിച്ചോടാ, മാസ് ഇൻറ്റു വെലോസിറ്റി. ഇത് ലിനിയർ മൊമെന്റ് അല്ലേ? ആണ്. ഇതിന്റെ കൂടെ ആംഗുലാർ മൊമെന്റം ആക്കണമെങ്കിൽ ഇതിന് എന്തുകൂടി ചെയ്യണം അറിയോ? അതിന്റെ റേഡിയസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സർക്കുലർ മോഷൻ ആണല്ലോ, ആ സർക്കുലർ പാത്തിന് റേഡിയസ് ഉണ്ടാവില്ലേ? ആണ്. അപ്പൊ മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആംഗുലാർ മൊമെന്റം കിട്ടും. അപ്പൊ ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം ആണത് മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ആർ അല്ലെ? ഞാനതിനെ MVR എന്ന് എഴുതും കേട്ടോ, മാസ് ഇൻറ്റു വെലോസിറ്റി ഇൻറ്റു ആർ. ഈ ആംഗുലാർ മൊമെന്റം എന്തിന് ഈക്വൽ ആവണമെന്നാ പറഞ്ഞത്? h/2πയുടെ ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കണം. എന്താണ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ? ഒന്നെങ്കിൽ 1 × h/2π ആയിരിക്കണം, അല്ലെങ്കിൽ 2 × h/2π ആയിരിക്കണം, അല്ലെങ്കിൽ 3 × h/2π ആയിരിക്കണം. അപ്പൊ ജനറലി n × h/2π ആയിരിക്കണം. n എന്ന് പറയുന്നത് ഇൻഡിജർ ആണ്. പറഞ്ഞ ക്ലിയർ ആണേ? എങ്ങനെയുള്ള ഒരു ഓർബിറ്റ് ഒരു ആറ്റത്തിനുള്ളിൽ പെർമിറ്റഡ് ആണോ അല്ലയോ എന്നറിയാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആ ഓർബിറ്റിലൂടെ ഒരു ഇലക്ട്രോൺ കറങ്ങുവാണെങ്കിൽ ആ ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യാം. ആ ആംഗുലാർ മൊമെന്റം h/2πയുടെ h എന്താ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ നമുക്കറിയാം. പൈ എന്താ? 3.14 ആണ്. അതിന്റെ വാല്യൂ അറിയാം. h/2πയുടെ ഒരു ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആണോ നിങ്ങൾക്ക് കിട്ടിയ ആംഗുലാർ മൊമെന്റം എന്ന് നോക്കുക. ആണെങ്കിൽ മാത്രമേ ആ ഓർബിറ്റിന് ആറ്റത്തിനുള്ളിൽ കിടക്കാനുള്ള പെർമിഷൻ ഉള്ളൂ എന്നാണ് നീൽസ് ബോർ പറഞ്ഞത്. സോ ഓൺലി ദോസ് ഓർബിറ്റ്സ് ആർ പെർമിറ്റഡ് ഇൻ ആൻ ആറ്റം. എങ്ങനെയുള്ള ഓർബിറ്റ്സ് ആണ്? in which the angular momentum of electron is a whole number multiple of h/2π. ക്ലിയർ ആണ് പറഞ്ഞ കാര്യം? ഓക്കെ, സോ ഇത്രയും പോസ്റ്റുലേറ്റുകളാണ് നീൽസ് ബോറിന്റെ മോഡൽ ഓഫ് ആറ്റത്തിന് ഉള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നീൽസ് ബോർ നമ്മളോട് പറഞ്ഞത്. സോ ഒന്നാമത്തെ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യാം. The first postulate was electrons in a hydrogen atom revolve around the nucleus in definite circular path called as orbits and can be designated as K, L, M, N, etc. രണ്ടാമത്തെ postulate, each orbit is associated with a definite amount of energy, so orbits are also called as energy levels. മൂന്നാമത്തെ postulate, as long as an electron remains in a particular orbit, its energy remains the same. That means there is no loss or gain of energy. Therefore, orbits are also called as stationary states. നാലാമത്തെ postulate, an electron can absorb or emit energy when it jumps from one orbit to another. അഞ്ചാമത്തെയും അവസാനത്തെയും postulate, only those orbits are permitted in an atom in which the angular momentum of electron is an integral multiple of h/2π. Okay, ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിന്റെ പോസ്റ്റുലേറ്റുകൾ വളരെ കൃത്യമായി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ? അദ്ദേഹം പറഞ്ഞതിലെ ചുരുക്കം എന്ന് പറയുന്നത് ഒരാറ്റത്തിനുള്ളിലെ ഇലക്ട്രോണുകളുടെ എനർജി ചേഞ്ചുകളെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം പറയുന്നത് അല്ലെ? ഇലക്ട്രോണുകളുടെ എനർജി ഒരിക്കലും കണ്ടിന്യൂസ് ആയി ചേഞ്ച് ചെയ്യുന്നില്ല. പകരം ഒരു ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നിടത്തോളം കാലം ആ ഇലക്ട്രോണിന്റെ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നീട് അത് എപ്പോഴാണ് ചേഞ്ച് ചെയ്യുക? ആ ഒരു ഓർബിറ്റിൽ നിന്ന് അത് മറ്റൊരു ഓർബിറ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിന്റെ എനർജി ചേഞ്ച് ചെയ്യുന്നുള്ളൂ അല്ലെ? അതായത് ഒരിക്കലും കണ്ടിന്യൂസ് ആയ ഒരു ചേഞ്ച് ഇലക്ട്രോണിന്റെ എനർജിയിൽ സംഭവിക്കുന്നില്ല. പകരം കുറേശ്ശെയായിട്ട് കുറച്ചായിട്ട് അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആയ ഒരു എനർജി ചേഞ്ച് ആണ് ഒരു ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണിന് സംഭവിക്കുന്നത്. According to Bohr's model, energy of an electron in an atom is quantized. എന്താണ്? Energy of electron in an atom is quantized. ഒരാറ്റത്തിനുള്ളിലെ ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് ക്വാണ്ടൈസർ ആണ്. ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിന്റെ പോസ്റ്റുലേറ്റുകൾ ഓരോന്നായി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ, സൂക്ഷ്മമായ ഒരു വിശകലനം നമ്മൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്: ഒരാറ്റത്തിനുള്ളിലെ ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്നത് ക്വാണ്ടൈസർ ആണ്. എന്താണ് ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് ക്വാണ്ടൈസേഷൻ? വളരെ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ടേം ആണ് കേട്ടോ, ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. കാരണം ബോർസ് മോഡൽ ഓഫ് ആറ്റം കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. നമ്മൾ മുമ്പ്
മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി ഒക്കെ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞ ആളുകളാണ്. എങ്കിലും ഇപ്പോഴും കുറച്ചു പേർക്കെങ്കിലും ഈ ക്വാണ്ടം അഥവാ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് എന്തിനാണ് എന്നുള്ളൊരു സംശയം ബാക്കി കിടക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കുക, ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു ക്വാണ്ടിറ്റി, നമ്മളൊരു ക്വാണ്ടിറ്റി ഇങ്ങനെ മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്വാണ്ടിറ്റിയുടെ വാല്യൂ വാരി ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ വാല്യൂ ഇങ്ങനെ മെഷർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ മെഷർ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ക്വാണ്ടിറ്റിയുടെ വാല്യൂ കണ്ടിന്യൂസ് ആയ ഒരു ചേഞ്ച് കാണിക്കുന്നില്ല. എങ്ങനെ? കണ്ടിന്യൂസ് ആയ ഒരു ചേഞ്ച് കാണിക്കുന്നില്ല. പകരം ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ രണ്ട് സിറ്റുവേഷൻസ് ഞാൻ പറയാം, ശ്രദ്ധിച്ചോളാം. രണ്ട് സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, ഈ രണ്ട് സിറ്റുവേഷനിലും കണ്ടോ നിങ്ങൾ, ഇവിടെ ഈ ഒരു പോയിന്റില് ഒരു ബോൾ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഒരു ബോൾ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഒരു ബോൾ ഇരിക്കുന്നുണ്ട്. എന്താണ് എനിക്ക് വേണ്ടതെന്നറിയോ? ഈ ബോളിനെ താഴെ എത്തിക്കണം, ഇവിടെ എത്തിക്കണം. ഈ രണ്ട് സിറ്റുവേഷനിൽ എനിക്ക് അതാണ് വേണ്ടത്. പക്ഷേ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് വരാനുള്ള റൂട്ട് ഡിഫറെന്റ് ആണ്. ശ്രദ്ധിച്ചോ, ആദ്യത്തെ കേസിൽ സ്റ്റെപ്പുകളാണുള്ളത്. ഓക്കെ, സ്റ്റെപ്പുകളാണുള്ളത്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ സ്റ്റെപ്പ് അല്ല, ഒരു സ്ലോപ്പ് ഉള്ള ഒരു സർഫസ് ആണ്, ഒരു സ്ലോപ്പാണ്. നിങ്ങൾ നോക്കിയേ, ആദ്യത്തെ കേസിൽ അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കേസ് എടുക്കാം. രണ്ടാമത്തെ കേസിൽ ഇവിടെ നിന്നും ഈ ബോൾ താഴെ എത്തണമെന്നുണ്ടെങ്കിൽ ഇതെന്താ ചെയ്യാ? ഈ ഒരു സ്ലോപ്പുള്ള സർഫസിലൂടെ ഇങ്ങനെ ഒഴുകി ഇറങ്ങിയാൽ മതി അല്ലെ? ഇങ്ങനെ ഒഴുകി ഇറങ്ങി വരാം. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് അതിന് എനർജിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇല്ലേ, ആ ചേഞ്ച് എങ്ങനെയായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കില്ലേ? കണ്ടിന്യൂസ് ആയിരിക്കില്ലേ? അതായത് ഇവിടെ അതിന്റെ എനർജി എത്രയാണോ, ഇവിടെ എത്തിക്കഴിയുമ്പോൾ അതിന്റെ എനർജി എത്രയായിരിക്കണോ, ആ രണ്ട് എനർജികൾക്ക് ഇടയിലുള്ള ഏത് വാല്യൂ ഇവിടെ ഇതിന് വരാം. ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ശരിയല്ലേ? ഇവിടെ നിന്നും ഈ ഒരു സ്ലോപ്പുള്ള സർഫസിലൂടെ താഴേക്ക് വരുന്ന സമയത്ത് അതിന് ഏത് എനർജി വാല്യൂ, ഈ രണ്ട് എനർജികൾക്കിടയിൽ, ഇവിടെ ഇരിക്കുമ്പോൾ എത്രയാണോ അതിന്റെ എനർജി, ഇവിടെ എത്തുമ്പോൾ എത്രയായിരിക്കണോ അതിന്റെ എനർജി, ഈ രണ്ട് എനർജികൾക്കിടയിൽ ഏത് വാല്യൂവും ഈ മൂവ്മെന്റിനിടയിൽ അതിന് കാണിക്കാൻ കഴിയും. ശരിയാണല്ലോ? സോ വി ക്യാൻ അസ്യൂം ദിസ് ബോൾ ക്യാൻ ഹാവ് എനി ആർബിട്രറി വാല്യൂ ഡ്യൂറിങ് ഇറ്റ്സ് മോഷൻ. കറക്റ്റ് ആണ്. അതായത് ഇവിടെയുള്ള എനർജി ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയുള്ള എനർജി ചേഞ്ച് ആണ്? കണ്ടിന്യൂസ് ആയ ഒരു എനർജി ചേഞ്ച് ആണ്. അതല്ലാതെ ഇതിനിടയിൽ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് ആവുന്നുണ്ട്? ഇല്ലല്ലോ. മൂവ്മെന്റ് എവിടെയും ബ്രേക്ക് ആവുന്നില്ലല്ലോ. ഇല്ല. ഇവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്തിയാൽ മാത്രമേ നിൽക്കുള്ളൂ. അതിനിടയിൽ അതിന്റെ എനർജി കണ്ടിന്യൂസ് ആയി ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ സപ്പോസ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അതിന്റെ എനർജി 10 ജൂൾസ് ആണെങ്കിൽ, ഇവിടെ താഴെ ഇരിക്കുന്ന സമയത്ത് അതിന്റെ എനർജി വരേണ്ടത് ഒരു 2 ജൂൾസ് ആണെങ്കിൽ, ഈ 10 ജൂളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അത് 9 ആവും, 8 ആവും, 7 ആവാം, 6 ആവാം, 5 ആവാം, 4 ആവാം, 3 ആവാം, ആൻഡ് ഫൈനലി 2 ആവാം. അപ്പൊ അവിടെ എനർജി ചേഞ്ച് കണ്ടിന്യൂസ് ആണ്. ഇടയിൽ എവിടെയും ഒരു തരത്തിലുള്ള ബ്രേക്കും സംഭവിക്കുന്നില്ല. കണ്ടിന്യൂസ് മൂവ്മെന്റ് ആണ്. സോ എനർജി ചേഞ്ച് കണ്ടിന്യൂസ് ആണ്. അപ്പൊ എനർജി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ വാല്യൂ കണ്ടിന്യൂസ് ആയി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയോ? ഇവിടെ അങ്ങനെ കണ്ടിന്യൂസ് ആയ ഒരു ചേഞ്ച് ഉണ്ടാവോ? ഇല്ലല്ലോ. ഈ ബോൾ ആദ്യം ഈ സ്റ്റെപ്പിലേക്ക് ചാടും, ശരിയല്ലേ? അപ്പൊ ഈ സ്റ്റെപ്പിൽ എത്രയാണോ എനർജി, ആ ഒരു എനർജി കിട്ടും. അപ്പൊ ഇവിടെ നിന്നും ഇവിടെയുള്ള എനർജി, ഇവിടെയുള്ള എനർജി. അപ്പൊ ആദ്യം 10 ജൂൾ ആയിരുന്നു. സപ്പോസ് ഇവിടെ അതിന്റെ എനർജി 9 ജൂൾ ആണെങ്കിൽ, അല്ലെങ്കിൽ 8 ജൂൾ ആണെങ്കിൽ, 9 8 എത്രയാവോ? 8 ജൂൾ ആണെങ്കിൽ, അപ്പൊ 10ൽ നിന്ന് 8ലേക്ക് എത്തി. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞല്ലേ അത് ഈ സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? അവിടെ കുറച്ചു നേരം ഇരുന്നിട്ടില്ലേ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങുള്ളൂ. അവിടെ നിന്നും പതിയല്ലേ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇറങ്ങുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഓരോ സ്റ്റെപ്പിലേക്ക് ചാടുമ്പോഴും അതിന്റെ എനർജി മാറുന്നുണ്ട്. പക്ഷെ ആ മാറ്റം ഒരു കണ്ടിന്യൂസ് വാല്യൂ ആണോ? അല്ലല്ലോ. കണ്ടിന്യൂസ് വാല്യൂ അല്ല. ഓരോ സ്റ്റെപ്പിലും അതിനൊരു ഫിക്സഡ് എനർജി വാല്യൂ ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായോ? ഒരു സ്പെസിഫിക് എനർജി വാല്യൂ ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് സിറ്റുവേഷൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ ഈ ബോളിന്റെ മൂവ്മെന്റിന്റെ സമയത്ത് അതിന്റെ എനർജിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത്
കണ്ടിന്യൂസ് ആണ്. ആ ചേഞ്ചിനിടയിൽ അതിന് ഏത് ആർബിട്രറി വാല്യൂ ഓഫ് എനർജിയും പോസിബിൾ ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ ഒരു മൂവ്മെന്റിനിടയിൽ ഇതിന്റെ എനർജിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല. ഓരോ സ്റ്റെപ്പിലും ഇറങ്ങിയിട്ട് പിന്നീട് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോ ഒരു ബ്രേക്ക് വരുന്നുണ്ട് അല്ലെ. ഡിസ്കണ്ടിന്യൂസ് ആയ ഒരു എനർജി ചേഞ്ച് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഏതൊരു ആർബിട്രറി വാല്യൂ ഇതിന്റെ എനർജിക്ക് നമുക്ക് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. അതിന് സ്പെസിഫിക് വാല്യൂസ് ആണ് കിട്ടുക. കാരണം ഈ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഈ സ്റ്റെപ്പിന്റെ എനർജി എത്രയാണോ അത്രയും എനർജി, ഈ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഈ സ്റ്റെപ്പിൽ എത്രയാണോ എനർജി വേണ്ടത് അത്രയും എനർജി, ഇവിടേക്ക് ചാടുമ്പോൾ ഈ സ്റ്റെപ്പിന്റെ എനർജി എത്രയാണോ അത്രയും എനർജി, ഇവിടേക്ക് ചാടുമ്പോൾ ഈ സ്റ്റെപ്പിന്റെ എനർജി എത്രയാണോ അത്രയും എനർജി ആവും. അപ്പൊ എനർജി ചേഞ്ച് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് മാത്രമല്ല, എനർജിക്ക് ഒരു സ്പെസിഫിക് വാല്യൂ ഓരോ സമയത്തും അതിലുണ്ടാവും. കണ്ടിന്യൂസ് ആയി ഒരു ആർബിട്രറി വാല്യൂ അല്ല ഉണ്ടാവുക, ഒരു സ്പെസിഫിക് വാല്യൂ എനർജിക്ക് എപ്പോഴും ഉണ്ടാവും. ഈ രണ്ട് സിറ്റുവേഷൻസ് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായാൽ എന്താണ് ഒരു ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണിന് സംഭവിക്കുന്നത്, അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ബോർസ് മോഡൽ ഓഫ് ആറ്റം ക്വാണ്ടൈസേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ഈ രണ്ട് സിറ്റുവേഷൻസിൽ ഏത് സിറ്റുവേഷൻസ് ആണ് ഈ ബോളിന് പകരം ഒരു ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യാം? ബോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോളിന് പകരം ആറ്റത്തിനുള്ളിൽ ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്തോ? ഓക്കെ. ഇത് നിങ്ങൾ പറ, ഇതിൽ ഏത് സിറ്റുവേഷൻ ആണ് ഒരു ആറ്റത്തിന് ഏറ്റവും കൂടുതൽ മാച്ച് ആവുക? ഒരു ആറ്റത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റത്തിനുള്ളിലെ ഇലക്ട്രോണുകളുടെ മൂവ്മെന്റിന് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്ന ഇതിൽ ഏത് സിറ്റുവേഷൻ ആണ്? ആദ്യത്തെ സിറ്റുവേഷൻ ആണ് അല്ലെ. കാരണം ഇലക്ട്രോൺ കറങ്ങുന്ന ഒരു ഓർബിറ്റ് ഉണ്ടാവും. ആ ഓർബിറ്റിൽ നിന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ അടുത്ത ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യും. അവിടെ കുറച്ച് സമയം കഴിയുമ്പോൾ അടുത്തൊരു ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അത് ഓർബിറ്റുകളിലേക്ക് ജമ്പ് ചെയ്യുന്നത്. അല്ലാതെ കണ്ടിന്യൂസ് ആയി ഒരു ഓർബിറ്റിൽ നിന്ന് ഓർബിറ്റുകളിലൂടെ ജമ്പ് ചെയ്ത് വരുമല്ല അത്. ഇതുപോലെയാണോ അതിന്റെ മൂവ്മെന്റ് നടക്കുന്നത്? അല്ലല്ലോ. അല്ല, ആദ്യ ഒരു ഓർബിറ്റിലേക്ക്, അവിടുന്ന് അടുത്ത ഓർബിറ്റിലേക്ക്, അവിടുന്ന് അടുത്ത ഓർബിറ്റിലേക്ക്. അപ്പൊ അതിന് ഓരോ സമയത്തും ഒരു സ്പെസിഫിക് എനർജി വാല്യൂ ഉണ്ടാവും. ശരിയല്ലേ? അതല്ലാതെ എനർജിയുടെ കണ്ടിന്യൂസ് ആയ ഒരു വേരിയേഷൻ അല്ല അവിടെ നടക്കുന്നത്. പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ ഈ ഒരു സിറ്റുവേഷനിൽ നടന്ന കാര്യത്തെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ എന്ന് പറയാം. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ക്വാണ്ടൈസേഷൻ. അപ്പൊ എന്താ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്വാണ്ടൈസേഷൻ മീൻസ് a quantity cannot vary continuously to have any arbitrary values but vary discontinuously to have some specific values. ഒരു ക്വാണ്ടിറ്റി കണ്ടിന്യൂസ് ആയി വാരി ചെയ്യാതെ അല്ലെങ്കിൽ അതിന് ഏത് ആർബിട്രറി വാല്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു വാരിയേഷൻ നടത്താതെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് വാരി ചെയ്യുകയും അതിന് ഓരോ കേസിലും ഒരു സ്പെസിഫിക് വാല്യൂ കിട്ടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഇതിനെ ക്വാണ്ടൈസേഷൻ, ആ ക്വാണ്ടിറ്റി ക്വാണ്ടൈസേഷൻ നടത്തി എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാം ഇത് ക്വാണ്ടൈസ്ഡ് സ്റ്റേറ്റ് ആണ്. ഇവിടെയാണ് ക്വാണ്ടൈസേഷൻ നടന്നത്. ഇവിടെ ക്വാണ്ടൈസേഷൻ അല്ല, കാരണം ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇവിടുത്തെ ചേഞ്ച് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. അപ്പൊ ഏത് ആർബിട്രറി വാല്യൂവും ഇവിടെ ആ ക്വാണ്ടിറ്റിക്ക് പോസിബിൾ ആണ്. പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഓക്കെ. സോ ഇനി നമ്മള് ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിൽ ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ബോർസ് മോഡൽ ഓഫ് ആറ്റത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ബോർ പറഞ്ഞത് എന്താ? ഒരു ആറ്റത്തിനുള്ളിൽ, ഹൈഡ്രജൻ ആറ്റത്തിനുള്ളില്, ബോറിന്റെ മോഡൽ പറയുമ്പോഴല്ലേ നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ. ഹൈഡ്രജൻ ആറ്റത്തിനുള്ളിലെ ഇലക്ട്രോണുകളുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആണോ? അല്ല മക്കളെ, ഡിസ്കണ്ടിന്യൂസ് ആണോ? അല്ലെ? ഡിസ്കണ്ടിന്യൂസ് ആണ്. ആദ്യം അത് ഒരു ഓർബിറ്റിൽ കറങ്ങും, കുറച്ച് സമയം കഴിയുമ്പോൾ ബോർ അടിക്കുമ്പോൾ അടുത്ത ഓർബിറ്റിലേക്ക് പോകും, അവിടെയും ബോർ അടിക്കുമ്പോൾ അടുത്ത ഓർബിറ്റിലേക്ക് പോകും. അങ്ങനെ വളരെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അതിന്റെ ഓർബിറ്റിൽ നിന്ന് ഓർബിറ്റിലേക്കുള്ള മൂവ്മെന്റ് സംഭവിക്കുന്നത് ആണല്ലോ. അപ്പൊ അതിന്റെ എനർജി ചേഞ്ച് എന്ന് പറയുന്നതും ഡിസ്കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ആയ ഒരു ചേഞ്ച് അല്ല. സോ അതുകൊണ്ടാണ് പറയുന്നത് അക്കോർഡിംഗ് ടു ബോർസ് മോഡൽ, ബോർ മോഡൽ ഓഫ് ആറ്റത്തിന്റെ പോസ്റ്റുലേറ്റുകൾ അരിച്ചു പിറക്കി നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നിങ്ങൾക്ക് മനസ്സിലാക്കുക ബോർ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഈസ് ക്വാണ്ടൈസ്ഡ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്.